ഇതെല്ലാം പറയുന്നത് അവസാനം വരുന്നത് ഞാൻ പറ്റപ്പോഴും ജാഗ്രത കൊണ്ടുവന്നല്ലോ എന്നൊരു കാര്യമാണ്. മനുഷ്യന്റെ കുറച്ച് സ്നോബറി ഇന്നത്തെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. പത്തുമഴയാണ് അദ്ദേഹത്തിന് ഏറ്റവും മനോഹരമായ വിശ്വസിക്കുന്ന ആളുകൾ ഏറ്റവും നിസ്സംഗമായി പ്രമേയത്തെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പത്തുമഴയാണ്. വളരെ പാകത നേടിയ ഒരു തൂലികയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. മറ്റു പലതിലും അദ്ദേഹം നേരിട്ട് ഇടപെടുന്നുണ്ട്. ബഷീറിനെ കുറിച്ച് മാത്രം കഥയെഴുതിയാളാണ്. വസ്തുനിഷ്ഠമായ വീക്ഷണത്തോടുകൂടി നിസ്സംഗമായി കഥാരചനയിൽ ഏർപ്പെടാൻ എസ്കെയെ പോലെയോ അല്ലെങ്കിൽ ബഷീറിനെ പോലെയോ കേശവദേവനെ പോലെയോ തന്നെ അദ്ദേഹത്തെ സാധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കേശവദേവൻ ജയിക്കോടുണ്ടെങ്കിൽ അതിനെപ്പോഴും തന്നെ കുറിച്ചാണ് അതിന്റെ കഥകൾ മാത്രമാണ്. പാത്തുമ്മയുടെ അല്ല രാജ്യങ്ങളുടെ സംവിധാനയിൽ തന്റെ കഥയാണ് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ പിതാവാണ്, അദ്ദേഹത്തിന്റെ മാതാവുണ്ട്, മറ്റു എനിക്ക് പരിചിതരായ എല്ലാ കഥാപാത്രങ്ങളും. അപ്പൊ ആ തരത്തിൽ എഴുതിയിരുന്നത് പതുക്കെ മോചനം നേടി പാത്തുമ്മയാണ്. വളരെ കാലം അദ്ദേഹം എഴുതിയതാണ്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ഗദ്യം പണ്ട് മാണിക്യക്കല്ല് പോലെയാണ്. നല്ല ഗദ്യം എപ്പോഴും ഒരു പാറകഷ്ണം എടുത്തുകൊണ്ട് പോയി ഏതോ സർപ്പം 7 മലകളുള്ള ഗുഹയിൽ ഇരുന്ന് അതിനെ സംക്രമിപ്പിച്ച് ഒത്തുചുറ്റിയെ പോലെ ചിപ്പി ഇതിൽ നിന്നും മുന്നോട്ടാകുന്നത് പോലെ ഇതൊക്കെ വിളയിച്ചിരിക്കാൻ ഈ അർത്ഥത്തിൽ അദ്ദേഹം വളരെ സൂക്ഷിച്ച് നിർമ്മിച്ച ഗദ്യം ആകർഷകമായ പദങ്ങൾ മിക്കവാറും ഒഴിവാക്കിക്കൊണ്ട് അതിന്റെ പരിഭാഗമാണ് ആർജിച്ച രീതിയിൽ കാണുന്നത് പാത്തുമ്മയുടെ ആട് എന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് പറഞ്ഞാൽ അത് അദ്ദേഹം വളരെ കാലം എഴുതി വെച്ചിരിക്കുമ്പോൾ ഒരിക്കലും ശ്രീ എക്കോവിനെ എഴുതി ഞാൻ അദ്ദേഹത്തെ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചെന്താ ഈയിടെ ഒന്നും എഴുതാത്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇന്ന് അത് ആരും പത്രത്തിന് മുകളിൽ കേട്ടു. അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇവിടുത്തെ പന്നികൾക്ക് നല്ല സാഹിത്യം ആവശ്യമെന്ന്. പട്ടികൾക്കല്ല പന്നികൾക്ക്. ആ തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിൽ നല്ല സാഹിത്യവും നല്ല ഗദ്യം നല്ല കവിതാ മാധുര്യം അത് ഉണ്ടാവണമെന്ന് കരുതി അതിനു വേണ്ടി കാത്തിരി ആളുകളുടെ പുച്ഛമല്ല. അവരുടെ ഒരു എഴുത്തുകാരന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ധിക്കാരവും ആത്മവിശ്വാസവും അന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് ഈ ഞാൻ ചോദിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പാത്തുമ്മയുടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എഴുതി ശ്രീ ഗോവിന്ദൻ എഴുതിയതനുസരിച്ച് ആദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് അന്ന് വൈകല്യം പക്ഷേ ഗോവിന്ദൻ മകനിക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. പ്രസിദ്ധീകരിക്കാൻ ഗോകുലത്തിലാണ് ധാരാളം പ്രചാരം കിട്ടുന്ന ഏത് പത്രം വയ്ക്കണമെന്ന് മാതൃക വയ്ക്കണമെന്ന് വന്നത് അത് നന്നായിട്ട് കൊടുക്കാതെ വളരെ കുറച്ച് പ്രതികൾ മാത്രം അച്ചടിക്കുന്ന ഗോകുലത്തിൽ കൊടുത്തത് ഗോകുലത്തിലുള്ള ബഹുമാനം മാത്രമല്ല അദ്ദേഹത്തിന്റെ ശാരീരിക മൂല്യത്തെ സംബന്ധിക്കുന്ന സങ്കല്പവും അതിനകത്തുണ്ട്. ഈ ജനപ്രീതികരമായി തെരുവിൽ വലിച്ചെടുക്കുന്ന ഒരു സ്വന്തം സാധനം അല്ലെങ്കിൽ ഇതിന് അതിൻ്റെതായ പ്രത്യേക ഗൗരവവും ഒരു സത്യം നമുക്ക് പറയാവുന്ന സൂക്ഷ്മ മാധുര്യവും ഉണ്ട് എന്ന് അദ്ദേഹം കണക്കാക്കി ഈ ഗദ്യരചനയിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ അദ്ദേഹം ചെലുത്തിക്കൊണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിൽ വരെ കാണാൻ സാധിക്കും. സി വി രാമൻപിള്ളയുടെ ഏറ്റവും വലിയ കലാ ചാതുര്യത്തിന്റെ ഉദാഹരണമായി സംഭാഷണം എന്ന് പറയാറുണ്ട്. ഇത്ര വൈവിധ്യം എനിക്ക് ഇഷ്ടമുള്ളവരുടെ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ അതാണ്. എന്താണ്? പ്രതിപാത്രം ഭാഷണ ഭേദം. നല്ല പേരല്ലേ? ഏതാണ്ട് അതുപോലെ ഒരു ഗ്രന്ഥം ബഷീറിനെ കുറിച്ച് എഴുതാൻ സാധിക്കും. പ്രതിപാത്രം ഭാഷണ ഭേദം. അത് ഇന്ദുപ്പാക്കുവാനായിട്ടാകുന്നു എന്നുള്ളതിൽ കുഞ്ഞാമിനെ നാണോ പേരെങ്കിലും ഞാൻ പറയാൻ തെറ്റിപ്പോകാം. നിസാർ അഹമ്മദ് സംസാരിക്കുന്നത്, അവളുടെ വാപ്പയും ഉമ്മയും സംസാരിക്കുന്നത്, പല കഥാപാത്രങ്ങളും 8 മോഞ്ചിലെടുക്കാം, ആനമാരാമെടുക്കാം, കണ്ടംപറയനും അല്പേ പറയുന്നില്ല. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വരുമ്പോൾ ഈ പ്രതിപാത്രം ഭാഷണ ഭേദം നമ്മുടെ നിത്യ ജീവിതത്തിലെ സംഭാഷണ ഭാഷ ഗ്രാമ്യ പദങ്ങൾ എടുത്തുകൊണ്ട് ഇതിന് അദ്ദേഹം കൊടുക്കുന്ന സംഗീതം ഗംഭീരമാണ്. തോന്നിയാൽ നേരെ കൈപ്പറക്കടയിൽ പകർത്താൻ തോന്നും. അല്ല, അങ്ങനെ ഒരിക്കലും എനിക്ക് ഉണ്ടാവുന്നില്ല. അദ്ദേഹം ഈ സി വി രാമനുള്ള പടയും ചണ്ടയും നമുക്കയ്യം എന്ന ഒരു ആശാനെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ ഈ പടയും ചണ്ടയും നമുക്കയ്യം ആരും പറഞ്ഞിരിക്കണമെന്നില്ല. അന്നത്തെ ശൈലിയാണൊന്നുമില്ല. അന്നത്തെ ശൈലി അതേ ഒരു പകർത്തലല്ല എഴുത്തുകാരൻ ചെയ്തു. പക്ഷേ അയ്യം എന്നുള്ള പദം തുടങ്ങി എടുത്തിട്ട് ഇതുകൊണ്ട് ഇദ്ദേഹം ചെയ്യുന്ന സംഗീതമാണ്. അത് ഏത് അശിക്ഷിതനായ കഥാപാത്രത്തെ കൊണ്ടും എത്രമാത്രം സംസ്കാരരഹിതനായ കഥാപാത്രത്തെ കൊണ്ടും ഈ സംഗീതത്തിലുള്ള സംഭാഷണം പറയിക്കുക എന്നുള്ളത് എഴുത്തുകാരന്റെ കലാവൈഭവം. ഈ കലാവൈഭവം സംഭാഷണത്തിലൂടെ ബഷീറിനെ പോലെ പ്രദർശിപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല. താൽക്കാലികമായ വൈഭവം കാണാൻ ഉറൂബ്. പക്ഷെ ഇന്ന് നാം എടുത്ത താരതമ്യത്തിൽ നോക്കിയാൽ ഉറൂബും ബഷീറിന്റെ ഒക്കെ ഒരു 7 അയലത്ത് എത്തിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത്രമാത്രം ശ്രദ്ധിച്ചാണ് അദ്ദേഹം ഈ സംഭാഷണങ്ങൾ ബന്ധിച്ചിരിക്കുന്നത്. ശബ്ദങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് സംഭാഷണത്തിന്റെ ശൈലിയും
അതിന്റെ ആ മൂർച്ചയിലേക്ക് പ്രമേയമൊക്കെ ചേർന്ന് അതിന്റെ സങ്കീർണം സൃഷ്ടിക്കുന്നു. ആ രീതിയിൽ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഈ ഇതിലൊക്കെ നേരിയ നർമ്മരസം വരും. അത് ഇമാതിരിയുള്ള പൊരുത്തങ്ങളിൽ കൊണ്ട് മാത്രമല്ല, ചില സന്ദർഭങ്ങൾ കൊണ്ടും അദ്ദേഹം ഈ ഫലിതം സൃഷ്ടിക്കാറുണ്ട്. അതേക്കുറിച്ച് പറയുന്നുണ്ട്, പ്രേമഭാജനത്തിൽ പറയുന്നുണ്ട്, മതിലുകളിൽ പറയുന്നുണ്ട്. പ്രേമഭാജനത്തിൽ എന്ന് പറയുന്നു, വിനോദം എന്നത് എന്താണെന്ന് അറിയാമോ എന്ന് കേശവൻ നായരോട് സാറാണ് ചോദിക്കും. ഇല്ല, അറിയില്ലല്ലോ. എന്നാ പറയട്ടെ, പറയും. വിനോദം ജീവിതത്തിന്റെ സൗരഭ്യമാകുന്നു. നല്ല പറയും. വിനോദം ജീവിതത്തിന്റെ സൗരഭ്യമാകുന്നു. ഗൗരവമുള്ള വൈലോപ്പിലേക്ക് എഴുതുകയില്ല. ജീവിതവൃക്ഷത്തിന്റെ സൗരഭ്യമല്ലോ ദുഃഖം എന്നുള്ളത്. അത് ഗൗരവബുദ്ധിയാണ്. ജീവിതവൃക്ഷത്തിന്റെ ജീവിത സുമത്തിന്റെയോ പുഷ്പത്തിന്റെയോ സൗരഭ്യമാണല്ലോ ദുഃഖം. അത് കുറെ കൂടി മറ്റൊരു ലെവലിലേക്ക് പോകും. ഇത് വിനോദം ജീവിതത്തിന്റെ സൗരഭ്യമാണല്ലോ. ഈ സൗരഭ്യം എന്ന പ്രയോഗം മതിലുകളിലും വരും. മതിലുകളിൽ ഇദ്ദേഹത്തിന്റെ കട്ടൻ കാപ്പിയും ഉണ്ടാക്കുമ്പോൾ നാളെ തൂത്തുവെല്ലാൻ പോകുന്നവർക്ക് കാപ്പി വേണം. അവര് പറഞ്ഞു കൊടുക്കും, എനിക്കിത്തിരി കാപ്പി വേണം. അപ്പൊ അവർക്ക് കൊടുത്തയക്കുന്നതിന് പറയുന്നു. അപ്പോൾ പറയുന്നു, ഏതായാലും മരിക്കണം. മരണത്തെ രണ്ട് രീതിയിൽ, അതുകൊണ്ട് അതിലാളിച്ച ദോഷമുണ്ട് അവിടെ. മരണത്തെ രണ്ട് രീതിയിൽ അഭിമുഖീകരിക്കാം. ചിരിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട്. ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കുന്നതാണ് നല്ലത്. അതിനാണ് കാപ്പി കൊടുത്തയക്കുന്നു, ചിരിക്കും. ആ രീതിയിൽ മരണത്തിന്റെ മുമ്പിൽ പോലും ചിരിക്കാൻ, ഒരുപക്ഷെ മരണത്തെ പോലും ഒരു ചിരിയോടുകൂടി സ്വാഗതം ചെയ്യാൻ നമ്മെ സന്നദ്ധരാക്കുന്ന ഒരു പ്രത്യേകതരം മനോഭാവം, വീക്ഷണം അദ്ദേഹത്തിന്റെ കഥകളിലെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ പരിഹാസം ഒടുവിലല്ല, ഈ മതിലുകൾക്ക് മുൻപ് എഴുതിയ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്തെ പ്രധാന കൃതിയായി ആനവാരരാമൻ നായർ, ഭൂവിശുദ്ധോമ തുടങ്ങിയ കൃതികളിലൂടെയാണ്. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണം പോലും പ്രദർശിപ്പിക്കുന്ന ഒന്നാണ്. അദ്ദേഹം തനി ഒരു വിപ്ലവകരമായ വീക്ഷണം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നില്ല. ഒരു കാര്യം വളരെ അവ്യക്തമായ, തനിക്ക് മാത്രം സ്വായത്തമായിട്ടുള്ള ഒരു ആത്മീയ ബോധം ഉണ്ടായില്ല. ആ ആത്മീയ ബോധത്തോടുകൂടിയാണ് അദ്ദേഹം സമകാലിക സംഭവങ്ങൾ മുഴുവൻ നോക്കിയത്. അങ്ങനെ നോക്കുമ്പോൾ തനിക്ക് ചുറ്റും നടക്കുന്ന പരിവർത്തനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പോലും അദ്ദേഹത്തിന് ലളിതമായി കളിയാക്കേണ്ട കാര്യങ്ങളായി തോന്നുകയാണ് ചെയ്തത്. പലതിലും നിങ്ങൾക്ക് ഈ വരികൾക്കിടയിലൂടെ അത് വായിച്ചു നോക്കിയാൽ അതിന്റെ ടൈപ്സും അതിന് മറ്റു പലതും കാണാം. ഉദാഹരണം സമാധാനത്തിന് വേണ്ടിയുള്ള ഒപ്പുശേഖരണം, പോലീസ് മൂടാഴ്ചകൾക്കെതിരെ. ആ ഒപ്പുശേഖരണത്തിൽ പാലക്കുട്ടി, കൊച്ചുതിനാട് ഉൾപ്പെടെ ആ ഗ്രാമത്തിലെ ജനസംഖ്യ എല്ലാം കൂടി ചേർത്ത് 436 അടക്കയോ 47,352 ഒപ്പുകൾ ശേഖരിക്കാൻ കഴിയുമെന്നുള്ളത് ജനങ്ങളുടെ മഹത്തായ നേട്ടമല്ലാതെ എന്താണ് പറയുന്നത്. അത് കഴിയുന്നത് രക്തസാക്ഷികളെ ആശ്രയിക്കുന്നില്ല. കർമ്മജനാണ് ഏറ്റവും വലിയ രക്തസാക്ഷി. ഇവരെന്താ ചെയ്യുന്നത്? അവൻ സേവന മോഷണമാണ്. മോഷിക്കുന്നതെങ്കിൽ അവൻ ആളുകൾ അന്വേഷണം ചെയ്യുന്നത് ഇക്കാലത്ത് കൂടിയിട്ടുണ്ട്. എന്നാൽ അതിനെ അന്വേഷിക്കുന്നതാണോ? ഇവർ മോഷ്ടിക്കാൻ പോകുന്നത് ഈ ഗർഭസ്ഥമായ ശിശുവിനെ എടുത്ത് അതിന്റെ പുറത്ത് തുള്ളി ചുറ്റി എണ്ണയൊഴിച്ച് കത്തിച്ചു വെച്ചതാണ്. രക്തസാക്ഷി സങ്കല്പം പോലും അതൊക്കെ അന്ന് വളരെ അവരുടെ സങ്കല്പം അതിന്റെ പോലും അദ്ദേഹത്തിന്റെ പരിഹാസം വീഴുന്നു. എങ്ങനെയുള്ള പരിഹാസം? ആ പരിഹാസവും ഒരു അതിർത്തിക്ക് അപ്പുറം അവരുടെ നോവിക്കുന്ന പരിഹാസമുണ്ട്. ദരിദ്രം എപ്പോഴും പ്രദർശിപ്പിക്കുന്ന പരിഹാസം നോവിക്കുന്ന അവരുടെ അസ്ത്രം പോലെ വിജയി കൊടുക്കുന്നു. അസ്ത്രം പോലെ കൊടുക്കുന്ന പരിഹാസവും ബഷീറിൽ നിന്ന് ഉണ്ടാകുന്നു. അതും അദ്ദേഹത്തിന്റെ ജനപ്രീതിക്ക് നല്ല തരത്തിലുള്ള കാരണമാണ് ഇനി നാം മറ്റേത് കുറെ കൂടി ഇപ്പോ വർക്കിയെ പോലെ മൂർഖനോ പോകാൻ സാധിക്കും. അതാവുമ്പോഴാണ് എനിക്കറിയാം. എതിർക്കുന്നത് ഭരണാധികാരത്തെയും അധികാരത്തിന്റെ കോട്ടകളെയും പരിഹാസത്തിന് അർത്ഥമുണ്ടാകുന്നപ്പോഴും ലോകത്തിലെ എല്ലാ പരിഹാസ നായകന്മാരും എന്നെയല്ല പരിഹരിക്കുന്നത്, എന്നെ പരിഹരിച്ചിട്ട് നിങ്ങളെന്നെ പരിഹരിക്കുന്നത്. സി വി രാമനുള്ള കഴിവുണ്ടായില്ല. പക്ഷെ ചന്ദ്രജീവിദാസം എഴുതി തിരുവനന്തപുരത്തെ തിരുവാതിരപ്പള്ളി ആശാന്മാരെ കളിയാക്കിയതുകൊണ്ടാണ് പരിഹാരം ശബ്ദമായത്. പക്ഷേ മഹാരാജാവിലേക്ക്, ദുർഭരണത്തിലേക്ക്, അനീതികളിലേക്ക് അത് പ്രയുക്തമാകുമ്പോൾ പരിഹാസം ദാർശനികമായ ഒരു മാനത്തെ കൈവരും. ആ തരത്തിലുള്ള പരിഹാസം തോളം വിശേഷ പരിഹാസം എത്തുന്നില്ല എന്ന് തന്നെ പരിഹരിക്കുന്നു. തലയിൽ നിങ്ങൾ എടുക്കാൻ കഴിയുമോ? പരമാവധി രണ്ടിടങ്ങളിൽ ചെമ്മീൻ, കയർ, ഏഴിപ്പണികൾ എത്രയോ വൈദ്യമാണ് തുണിക്കാം തോക്കിയിടമേ. അങ്ങനെ വളരെ കഴിച്ചു വരിക പല പ്രമേയങ്ങളെ ഒരുപാട് പോകും. ആ
അത്ര ദൂരമായ ഒരു മേഖലയെ തന്റെ സർഗാത്മക മേഖലയെ കൊടുക്കുന്നതിനുള്ളതാണ്. മറ്റൊരു ദർശനമെന്നായി അസൂയാഗ്രഹമാണെന്നും ഈ ഭാവജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. പിന്നെ പാശ്ചാത്യലോകത്തിരിക്കുന്നത് ഒറ്റ നോവലിൽ ഭംഗിയായി കാണാൻ സാധിക്കുന്നത് നമ്മുടെ അസ്വാസ്ഥ്യത്തിന്റെ ഹേമന്തം ആ അത്യാവസാനം ലഭിക്കുന്നത്. അതേ അർത്ഥത്തിൽ ഒറ്റ എഴുത്തുകാരനെയോ ആദ്യത്തെ വാക്ക് മുതൽ അവസാനത്തെ വാക്ക് വരെ തന്റെ അന്തരാത്മാവിൽ രോമാഞ്ചം സൃഷ്ടിക്കുന്ന അനുഭവവിശേഷങ്ങൾ അതിലെല്ലാ മനോഹാരിതയോടും ദുഃഖത്തോടും സന്തോഷത്തോടും കൂടി അനുവാദങ്ങളിലേക്ക് സംഘടിപ്പിക്കുകയും അവർ തന്റെ കഥയുടെ ഒരു അന്തരീക്ഷമായി ശാശ്വതമായി നിലനിർത്തുകയും ചെയ്യുന്ന ആ ഒരു ശില്പരചനാ വൈഭവം അത് ബഷീറിന് മാത്രം മറ്റൊരാൾക്ക് കിട്ടിയിരിക്കാത്ത സ്ഥിതിവിശേഷം. ഈ കഥാസാഹിത്യത്തിൽ മറ്റു പലരിൽ നിന്ന് ഭിന്നമായി ഏകാംഗിയായി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണമുണ്ടായിരുന്നു. അതാണ് പന്നികൾക്ക് ആവശ്യമില്ലാത്ത വളരെ അദ്ദേഹം കണ്ട അദ്ദേഹം ഏകാംഗിയായി. മറ്റു പൊന്നോകളിൽ വലിയിലായിരുന്നു. അതിന്റെ കണ്ടതിന്റെ ബഷീറാണ്. ഒറ്റ സമ്മേളനത്തിൽ വരാതെ, സാഹിത്യ സുഹൃസമ്മേളനങ്ങളിൽ പോകാതെ, സാഹിത്യകാരന്മാരുമായുള്ള സൗഹൃദത്തിൽ തന്നെ കാര്യമായി വിശ്വസിക്കാതെ തന്റെ ഒരു ഏകാന്ത രീതിയിലൂടെ തന്റേതായ സ്നേഹ ബന്ധങ്ങളോടുകൂടി അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. ആ സ്നേഹബന്ധത്തിന്റെ വൈരുദ്ധ്യം എനിക്ക് നേരത്തെ ബോധ്യമുള്ളതാണ്. അത് തെറ്റിയുണ്ട്, അതിൽ കശാപ്പുകാരനുണ്ട്, അതിൽ ഇറച്ചിക്കച്ചവടക്കാരനുണ്ട്, അത് തെരുവീഴ്ചയുണ്ട്, അത് സമ്പന്നരുണ്ട്, അത് തുടങ്ങി പോകുന്നുണ്ട്. ഇതിലാരും യാതൊരു ഭേദവുമില്ലാതെ ജീവിതത്തിന്റെ നാനാമേഖലകളിൽ നിന്ന് മനുഷ്യരില്ല മനുഷ്യത്വത്തിന്റെ വലിയ ഒരു അടിസ്ഥാനത്തിൽ അംഗീകരിക്കുകയും തന്റെ കൃത്യമായ സ്നേഹത്തിന്റെ ആശ്രയത്തിൽ ഒതുക്കുകയും ചെയ്തുകൊണ്ട് കടന്നുപോയ ഒരു സാഹിത്യകാരന്റെ രീതി അദ്ദേഹത്തെ അടുത്തറിയാവുന്നത് അദ്ദേഹം അവിസ്മരണീയമായ രോമാഞ്ചമാണ് എനിക്കറിയുന്നത്. ആ രോമാഞ്ചം എങ്കിലും അതിലെല്ലാ മാധുര്യത്തോടു കൂടി നിലനിൽക്കും. ഇന്ന് എന്റെ വാർത്തകൾ അവസാനിക്കുന്നത് ആ മാധുര്യത്തെ സംബന്ധിക്കുന്ന എന്റെ ശോകഭാവത്തോടുകൂടിയാണ്. ജീവിതത്തിൽ നമുക്ക് അധികം ലഭിക്കുന്നതല്ല. ഒരു തലമുറ സ്നേഹിക്കാൻ പഠിച്ച ഒരു തലമുറ, പലരും വേണ്ടി പോരാടാൻ പഠിച്ച ഒരു തലമുറ, തന്റെ ജീവിതത്തെ തുച്ഛമാക്കുകയും അതിലൊരു മറ്റൊരാളെ കരുതുകയും ചെയ്യുന്ന ഒരു തലമുറ നമ്മോട് വിടപറയുകയും അതിൽ എന്റെ ആത്മസ്നേഹിതന്മാരുണ്ടായിരുന്നു. അതിൽ ഞാൻ അവരെ ബഹുമാനത്തിലുണ്ടായിരുന്നു. അവരുടെ തിരോധാനത്തിന് ശേഷം ഞാൻ പ്രത്യേകിച്ചും നഷ്ടപ്പെട്ട തലമുറയിലെ അവശേഷിക്കുന്ന ഒന്നോ രണ്ടോ അംഗങ്ങളെ ശവീരത്തിന്റെ മധ്യത്തിൽ ഏകാധികളായി അവശേഷിക്കാം. ഈ ശോകമാണ് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടകൻ ഡോക്ടർ സുകുമാർ അഴീക്കോട്, ഈ വേദിയിൽ ഇരിക്കുന്ന ശ്രീമതി ആബി ബഷീർ, ശ്രീമതി ഫാത്തിമ, ബഷീറിന്റെ മറ്റ് സഹോദരന്മാർ, പേരക്കിടാങ്ങൾ, ശ്രീ എം.എൻ. ഗോവിന്ദൻ നായർ, ശ്രീ വർഗീസ്, ശ്രീ DC കിഴക്കമുറി, പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ബഷീറിന്റെ വാക്ക് തന്നെ ഉപയോഗിച്ചാൽ ഒരു അനർഘ നിമിഷം എനിക്ക് വീണ് കിട്ടിയിരിക്കുകയാണ്. DC ബുക്സിന്റെ 20ാം വാർഷികവും ബഷീറിന്റെ ആദ്യകാല കൃതിയായ ബാല്യകാല സഖിയുടെ 50ാം പതിപ്പ് അല്ലെങ്കിൽ സുവർണ പതിപ്പ് അതിന്റെ പ്രകാശനവും നടത്തുന്ന ഈ അവസരത്തിൽ ഇതിൽ പങ്കുകൊള്ളാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ ഒരു ബഹുമതിയായി ഞാൻ കണക്കാക്കും. ഈ ബഹുമതിക്ക് ഞാൻ അർഹനാകുന്നത് ബഷീറിന്റെ ചിത്രകാരൻ എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ്. അത് എനിക്ക് എൻ്റെ നാട്ടിൽ ഏറ്റവും വലിയ ശോഭ നൽകി എന്നുള്ളത് ഞാനിപ്പോഴും ഓർക്കുന്നു. ബഷീറുമായി 48 മുതൽ അടുത്ത സുഹൃത്ത് ബന്ധം എന്ന് പറയാമോ എന്നറിയില്ല. പക്ഷേ ഈ വാത്സല്യത്തിന് എനിക്ക് നൽകിയ ഈ ബഹുമതിക്ക് എങ്ങനെ കൃതജ്ഞത പറയണം എന്നെനിക്ക് നിശ്ചയമില്ല. വാക്കുകൾ അപര്യാപ്തമായിട്ടില്ല. ബഷീറിന്റെ ചിത്രകാരൻ എന്ന് പറയുമ്പോൾ ബഷീറിന്റെ കൃതികൾക്ക് ഞാൻ മാത്രമല്ല, പിന്നെയും പ്രഗത്ഭരായ പലരും ചിത്രീകരണം നടത്തിയിട്ടുണ്ട്. ഇന്നിവിടെ
പ്രകാശനം ചെയ്യുന്ന സുവർണ പതിപ്പിന്റെ ചിത്രങ്ങൾ വരഞ്ഞിട്ടുള്ളത് ചിത്രകാരൻ നമ്പൂതിരിയാണ്. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ രേഖാചിത്രകാരന്മാരിൽ അതുല്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്പൂതിരിയുടെ ചിത്രങ്ങളോടുകൂടിയാണ് ഈ സുവർണ പതിപ്പ് പുറത്തിറങ്ങുന്നത്. 43 ബാല്യകാല സഖി കൈയെഴുത്ത് പ്രതിയായി ഇവിടെ കോസാറിന്റെ ട്യൂട്ടോറിയൽ കോളേജിൽ അന്ന് നടന്നിരുന്ന സാഹിത്യ സഖ്യത്തിൽ വായിച്ച് കേട്ട് അതിൽ പങ്കെടുത്ത ഒരാൾ എന്ന നിലയിൽ ഈ ചരിത്രം വളരെയധികം ഓർക്കുന്ന ആളും മറക്കാത്ത ആളുമാണ്. പക്ഷെ ഒരു കാര്യം DC മറന്നു എന്നാണ്. ബഷീർ അടക്കമുള്ള നമ്മുടെ 30കളിലെയും 40കളിലെയും സാഹിത്യകാരന്മാരെ മലയാള സാഹിത്യത്തിന്റെ ഒരു പുതിയ പ്രകാശവലയത്തിലേക്ക് ആനയിച്ച മഹാനായ കേസരി ബാലകൃഷ്ണപിള്ളയുടെ കേസരി സദസ്സിൽ സജീവമായി പങ്കുകൊണ്ടിരുന്ന ആളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളും ശ്രീ ഗോവിന്ദൻ നായർ മാത്രമായിരിക്കുന്നു ഞാൻ തകരാറിൽ. അങ്ങനെ ഈ ബഷീറിന്റെ ബാല്യകാല സഖിയുടെ ഈ സുവർണ പതിപ്പ് സ്വീകരിക്കാൻ ബഷീർ അടക്കമുള്ള നമ്മുടെ മലയാളത്തിലെ സാഹിത്യകാരന്മാരെ പുതിയൊരു ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉടമസ്ഥന്മാരാക്കി തീർത്ത ആചാര്യനായ കേസരിയുടെ സദസ്സിൽ പങ്കെടുത്ത ഒരാൾ തന്നെ അത് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ അർത്ഥവത്താണ്. ധാരാളം സാഹിത്യകൃതികൾ രചിക്കുകയും പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുകയും ഗ്രന്ഥകാരന്മാരെന്നതിൽ നമുക്കെല്ലാവർക്കും ആദരണീയമായ ആളുകളാണ്. ഞാനാണെങ്കിൽ ഒരു പുസ്തകമെങ്കിലും മേമ്പടിക്ക് പോലും പ്രസിദ്ധീകരിച്ചില്ലാത്ത ആളുകളാണ്. അങ്ങനെ ഒരു ഗ്രന്ഥകർത്താവല്ലാത്ത എന്നെ കൊണ്ട് തന്നെ വേണം നമ്മുടെ സാഹിത്യ തറവാട്ടിലെ അതുല്യനായ ഒരു കലാകാരന്റെ കൃതിയുടെ സുവർണ പതിപ്പിറക്കാൻ എന്റെ DC ഏത് തരത്തിലാണ് തീരുമാനിച്ചതെന്ന് എനിക്ക് നിശ്ചയമില്ല. ഏതായാലും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പ്രസാദശാലയ്ക്കും ഒരു ക്ഷീണമാവുകയില്ല എന്ന് ഞാൻ കരുതുന്നു. ബാല്യകാല സഖിയുടെ 50ാം പിറന്നാൾ ആഘോഷിക്കുമ്പോഴാണ് ഈ കൃതി സുവർണ പതിപ്പായി നടക്കുന്നത്. ഉദ്ഘാടകൻ ശ്രീ അഴീക്കോട് നായർ പറയുകയാണ്, അപൂർവതയാണ് സാഹിത്യത്തിന്റെയും കലയുടെയും മുഖമുദ്ര. വളരെ ശരിയായിട്ടൊരു കാര്യം. ഒറിജിനാലിറ്റി സൃഷ്ടിയിൽ ഉണ്ടാവുന്ന സവിശേഷ സുഖത്വമാണ് ഓരോ കൃതിയെയും അതുല്യമാക്കി തീർക്കുന്നത്, അതിന്റെ കർത്താക്കളെ അതുല്യരാക്കി തീർക്കുന്നത്. പക്ഷെ ആ സുഖത്തിൽ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കൃതിയും ഒരു സാഹിത്യകാരനും ഒരു പശ്ചാത്തലമില്ലാതെ ജീവിക്കുന്നില്ല. ഒരുതരം കണ്ണിയുടെ ഓർമ്മകൾ സാഹിത്യത്തിന്റെയും കലയുടെയും ചരിത്രത്തിൽ സത്യമായി വർത്തിക്കുന്ന കാര്യം. അങ്ങനെ നോക്കുമ്പോൾ ബഷീറിന്റെ ഈ കൃതി അതിന് തൊട്ടു നിൽക്കുന്ന കൃതികൾ ഒരുപക്ഷെ 100-105 കൊല്ലങ്ങൾക്ക് മുമ്പേ മലയാളത്തിൽ ഇറങ്ങിയ ഇന്ദുലേഖ, അത് കഴിഞ്ഞ് 10-15 വർഷം കഴിഞ്ഞ് ഇറങ്ങിയ ആശാന്റെ വീണപൂവ്, ബാല്യകാല സഖി ഇറങ്ങുന്നതിന് മുമ്പേ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ചങ്ങമ്പുഴയുടെ രമണൻ, ബഷീറിന്റെ ബാല്യകാല സഖി, ഈ കൃതികൾ മലയാളികളുടെ കാവ്യത്വത്തിന്റെ, മലയാളികളുടെ കാവ്യാസ്വാദനത്തിന്റെ, മലയാളികളുടെ കലാസ്വാദനത്തിന്റെ, കലാമർമ്മത്തതയുടെ മേഖലകൾ വ്യാപ്തമാക്കിയിട്ടുള്ള കൃതികളാണ്. ഇവയ്ക്ക് മറ്റു പലതരത്തിലുള്ള സാധനങ്ങൾ. ചന്തുമേനോൻ ആകെ 1.5 നോവൽ മാത്രമാണ് എഴുതിയത്. അതിനെക്കുറിച്ച് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ പ്രശസ്ത നിരൂപകന്മാർ ഏകമാന കഥാപാത്രങ്ങൾ രചിച്ച ഒരു വായിക്കാനാത്തോണ്ടായിട്ടാണ്, ഒരുപാടാത്തോണ്ടാണ്. ഏതോ പാശ്ചാത്യ നിരൂപകൻ എവിടെയോ പറഞ്ഞ ഒരു അബദ്ധം കേട്ടത് വാദി കേൾക്കാത്ത വാദി നേരെ എടുത്ത് കോട്ട് ചെയ്തതാണ്. കലാകാരന്മാരുടെ മഹത്വം അവർക്കുണ്ടായി. അതിനുള്ള വിഷൻ
സൂക്ഷ്മമായ ദൃഷ്ടി ഉൾക്കാഴ്ച അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോഴാണ് കലാസൃഷ്ടികൾ കാലാനുവർത്തിയായി ചെയ്യുന്നത്. പുതുതായി വരുന്ന തലമുറകളെ ഉത്സാഹിപ്പിക്കുകയും അവരിൽ പുതിയ അവബോധങ്ങൾ സൃഷ്ടിക്കുകയും അവരിൽ പുതിയ രസധാരങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള അവസരങ്ങളിലാണ്. അങ്ങനെ വരുമ്പോഴാണ് നാം കൃതികളെ ക്ലാസിക്കുകളിൽ വിശേഷിപ്പിക്കുന്നത്. വരിഷ്ഠ കൃതികൾ അങ്ങനെയുള്ള വരിഷ്ഠ കൃതിയായി തീർന്നിട്ടുള്ള ഒന്നാണ് വാസ്തവത്തിൽ ബാല്യകാലത്തിൽ. ഒരുപക്ഷെ ചങ്ങമ്പുഴൊഴിച്ചതിൽ 3 പേരും ഒരുതരം ഗുരുസ്ഥാനീയരാണ്. വേണമെങ്കിൽ ദക്ഷിണാമൂർത്തി സങ്കല്പം വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊരു ഹൈന്ദവ സങ്കല്പം എന്ന നിലയിൽ ഞാൻ പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ സങ്കല്പത്തിൽ ഗുരു, അറിവ്, ജ്ഞാനം ദാനം ചെയ്യുന്ന ആ ശക്തി കേന്ദ്രം, ആ ശക്തി കേന്ദ്രത്തിന്റെ ഭാവം ചന്ദ്രകലന്റെ ഇന്ദുലേഖയുണ്ട്. അതിലെ മാധവനും അതുപോലെ ഇന്ദുലേഖയും തമ്മിലുള്ള ബന്ധം അനുരാഗത്തിലെങ്കിലും അതിൽ വിശേഷമായി വിന്യസിച്ചിരിക്കുന്നത് വിദ്യയുടെ സ്വീകരണം. മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തിനനുസരിച്ച് വിദ്യ അവിദ്യാർത്ഥി നടക്കുന്ന വിദ്യയല്ല, വെളിച്ചമായി തീരുന്ന ആത്മാവിനും ആത്മാക്കൾ താമസിക്കുന്ന സമുദായത്തിനും വെളിച്ചമായി തീരുന്ന വിദ്യയുടെ സ്വീകരണം. തലക്കാലം അദ്ദേഹത്തിന്റെ കൃതികൾ, അദ്ദേഹത്തിന്റെ അനുമോദനങ്ങൾ, അദ്ദേഹത്തിന്റെ കളിതമാശകൾ, അദ്ദേഹത്തിന്റെ ചിലപ്പോൾ നിശ്ചിതമായ വിമർശനങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കഴിക്കുമ്പോൾ ഇത്രയധികം കൊടുക്കാൻ, സ്നേഹം കൊടുക്കാൻ സന്നദ്ധനായ ഒരു മനുഷ്യൻ, സ്നേഹത്തിന്റെ പൂവാണ് തന്റെ കൃതികളെന്ന്, ആ പൂക്കളുടെ ഒരു നിറഞ്ഞ ഒരു ലോകമാണ് തന്റെ ചുറ്റുപാട് ഉണ്ടാകുന്നത് എന്ന് ആശിക്കുകയും ആശിക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ നന്മയുടെ ഭാഗം വലിയ സംഗീതപ്രിയമായിരുന്നു. യാത്ര ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഈ പാട്ട് പെട്ടിയും കുറെ റെക്കോർഡുകളുണ്ട്. ഞാൻ വലിയൊരു സംഗീത രസികനല്ല എങ്കിലും ആ കാലത്തെ നമ്മുടെ ഇന്ത്യയെ ആവേശം കൊണ്ടിരുന്ന പാട്ടുകാരെയും പാട്ടും വാസ്തവത്തിൽ കേൾക്കാനും ആസ്വദിക്കാനും സാധിച്ച കൃഷികളുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി എനിക്ക് അർഹിക്കാത്ത ബോധവൽക്കരണ ധാരണയോടുകൂടി തന്നെ നിർവഹിച്ചു കൊടുത്തു. ഈ അവസരത്തിൽ ആ കൃഷിയുടെയും അതിന്റെ ഈ സുവർണ പദത്തിന് ചിത്രം ധരിച്ച അനുഗ്രഹീതനായ ശ്രീ നമ്പൂതിരിയും ഓർത്തുകൊണ്ട് ആ കൃതിയായ ബഹുമാനായ ശ്രീ എം.എൻ. ഗോവിന്ദൻ നായർക്ക് നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ സമ്മതത്തോടുകൂടെ നൽകിക്കൊടുക്കും. അടുത്ത കോപ്പി കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ സഹോദരിയും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ അത്യുജ്വലയുമായ ശ്രീമതി പാത്തമ്മക്കാണ്. അത് വന്ന് സ്നേഹിക്കണം. ഞാൻ പോകുകയാണ് എന്നും അതിന് യാത്ര വന്നു പോയി. അതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഏറ്റവും സന്തോഷത്തോടുകൂടി ആനന്ദത്തോടു കൂടിയാണ് ഈ ബാല്യാലയുടെ ഞാൻ ഈ ദേവസ്ഥാനിൽ വളരെ കാലത്തെ പരിചയമുണ്ട്. അന്ന് 34-35 പോകുമ്പോൾ ഒറ്റപ്പാലത്തിൽ സാഹിത്യ നടന്നപ്പോൾ അതിന്റെ ഉദ്ഘാടകനായിരുന്ന വൈസ് പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണനാണ്. ഞങ്ങൾ രണ്ടുപേരും വരച്ചു. പക്ഷെ അതൊന്നെ ഉപ്പിടിച്ചു എനിക്കൊരു സാധിച്ചില്ല. അന്ന് വരെ എന്റെ പരിചയമുണ്ട്. അവിടെ വെച്ച് തന്നെ ഈ മലയാളി രാമകൃഷ്ണൻ ഞാൻ പരിചയപ്പെട്ടു. ആ സുഹൃത്തുബന്ധങ്ങൾ ഇന്ന് തുടരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഈ പുസ്തകം വായിക്കാനിടയായത് എനിക്ക് വളരെ സന്തോഷം ഒരു കാര്യമാണ്. പിന്നെ വേറെ കാര്യം, ഈ പുസ്തകത്തിന്റെ കയ്യെഴുത്ത് വഴി ആദ്യം വായിക്കേണ്ട പുസ്തകത്തിൽ ഞാൻ ഉള്ളതാണ് ഈ കോട്ടയം
വൈകൻസിയിൽ ഒരു ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ് എന്നൊരു ക്ലബ്ബാണ്. അവിടെ ഇംഗ്ലീഷ് മാത്രമേ പ്രസംഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞങ്ങൾ കുറേയൊക്കെ വിചാരിച്ചു മലയാളത്തിൽ ഒരു പ്രസംഗത്തിന് പേരുണ്ടായിരിക്കണം. അങ്ങനെ നാളെ പ്രൊഫസർ എം പി പോൾ കോളേജ് നടത്തുന്നുണ്ടായിരുന്നു, തിരുവനന്തപുരം കോളേജ്. ഞങ്ങളെല്ലാം കൂടെ, അതായത് ഞാൻ അന്ന് സ്റ്റുഡൻറ് മാസ്റ്ററായിരുന്ന MS കുമാരനായ DP എന്നുള്ള ശ്രീധരമുള്ള രാവണമുള്ള ശ്രീരാമൻ പേരുന്ന ശ്രീധരമുള്ള ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി സാർ നമുക്ക് മലയാളത്തിൽ പ്രസംഗിക്കാൻ ഒരു പേരുണ്ടാകും, അത് വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതിന്റെ കൂട്ടുകാരായിട്ട് ആലോചിച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ കൂടി ഒരു പ്രത്യേക ദിവസം ഞാൻ നോക്കിയിട്ടാണ് തീരെ കണ്ടുപിടിക്കാതെ 42 ആ 42 തന്നെ ആഴ്ച ഒരു പ്രാവശ്യം ദിവസം ഒരു പ്രാവശ്യം സാഹിത്യത്തിന്റെ കാണും. ഏതായാലും 42 അന്ന് അവിടെ കൂടിയ ആളുകൾ കൂട്ടത്തിൽ നിന്ന് ശ്രീ മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ കയ്യിൽ പ്രോത്സാഹനം പറഞ്ഞതനുസരിച്ച് ആ പുസ്തകത്തിന്റെ കയ്യിൽ പോയി ബഷീർ തന്നെ വായിച്ചു. അപ്പൊ അതിനകത്ത് ഈ സുന്നത്തിന്റെ കാര്യത്തിലുണ്ട്. അതുപോലെ സാധാരണ ആളുകളല്ല എന്ന് തോന്നി. വളരെ അതായത് വളരെ നിശ്ചിതമായ വളരെ ആളുകൾ നിർവഹിച്ചു. അതിനൊക്കെ അക്ഷോഭ്യനായി ബഷീർ ഇരുന്നു. MP പോൾ സാറ് എല്ലാവരെയും സന്തോഷിപ്പിക്കാത്ത പോലെ ബഷീറിനെ സന്തോഷിപ്പിച്ച് വേറെ സന്തോഷിപ്പിച്ച് ഞങ്ങൾക്ക് പ്രസംഗമാണ്. അദ്ദേഹം ആ സാഹിത്യ സംഘത്തിന്റെ പ്രസിഡന്റ് MP പോൾ സാറായിരുന്നു. ആ സാഹിത്യ സംഘം അങ്ങനെ തുറന്നു വന്നപ്പോഴാണ് കുറെ കഴിഞ്ഞ് അത് ഒരു കോപ്പറേഷനെ കഴിക്കാൻ വേണ്ടി ഇതിനകത്ത് ആലോചിച്ചത്. അങ്ങനെയുണ്ടായ സൊസൈറ്റിയാണ് സംഘം. അപ്പൊ ആ സംഘത്തിന്റെ ഉൽപ്പത്തി ഈ സാഹിത്യ സംഘത്തിലല്ല. ആ സാഹിത്യ സംഘത്തിന്റെ ആദ്യമായ കൃതി ഇതാണ്. അപ്പോൾ ഈ കൃതിയുടെ മാറാൻ നമുക്ക് മനസ്സിലാവും. പിന്നെ ബഷീറിന്റെ വളരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ സ്നേഹിതന്മാരെ വളരെ കാലം സംസാരിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുക്കം എറണാകുളത്തിന് പോകുമ്പോൾ ബഷീറിന്റെ കൂടെ തലവരോട് കാണാറുണ്ട്. ബസ്സിൽ പോകുന്നതായിട്ട് നേരെ കാണാൻ സാധിക്കാറില്ല. ഒരിക്കൽ ഞാൻ ഫാമിലി കൂടെ നാട്ടില് ഗുരുവായൂർ കൊണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ ബഷീർ എത്തിക്കണം. ബഷീറിന്റെ കഥകളിലെ കുട്ടികൾ വരെ എല്ലാവരും ഈ സ്ഥലത്തെ പ്രധാന ജീവന്മാർ എല്ലാ കുട്ടികളും വഴിയാണ് നമുക്ക് ബഷീറിനെ കാണാം. അവിടെ നിർത്തി വീട് വന്നപ്പോൾ അതിന്റെ തലേ ദിവസം അതുകൊണ്ട് വീട്ടിലെത്തി കാണാൻ സാധിച്ചില്ല. അതേപോലെ പോയി കാണാൻ സാധിക്കില്ല. പക്ഷേ അതിന്റെ സ്ഥലത്തിൽ പോയി തോന്നിയിട്ടുണ്ട്, വന്നതൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ബഷീറിന് വ്യക്തിപരമായി സമയത്ത് ഉണ്ടായുള്ളൂ. ഇതാണ് ആദ്യത്തെ ഈ പുസ്തകത്തിന്റെ പാരായണം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നടത്തിയ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. ആ സാഹിത്യത്തിൽ ഉണ്ടായ ആളുകൾ കാരണം ഞാനാണ്. അങ്ങനെ ഈ പുസ്തകത്തിൽ നിന്ന് ഈ പുസ്തകത്തിൽ എനിക്കൊരു അവകാശം ആ കണ്ടുള്ളത്. അത് കോട്ടയത്ത് അത് വായിച്ചത് ആ വായിക്കാനുള്ള വേദി ഒരുക്കിയതാണ് ഞാനാണ്. അങ്ങനെയുള്ള ഇത് ഒരു തരത്തിലുള്ള അഭിമാനമാണ്. അങ്ങനെ ഞാൻ അഭിമാനിക്കുന്നു. ഈ ബഷീറിന്റെ ബാല്യകാലത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതൊന്നുമല്ല അതിന്റെ പ്രധാന തീരുമാനം. ആ കഥകള് വീടുകളായിട്ട് വന്നിട്ടുള്ള എത്ര ആൾക്കാരുടെ വായിച്ചിട്ടുള്ള സാറിന്റെ വീട്ടിലുള്ള എല്ലാവരും ഈ ആനവായാലും 1% മണ്ണപ്പൂത്തമായാലും ഒറ്റക്കണ്ണം പോകെ എല്ലാ ആളുകളും കഴിയാം. ആ സാമ്പാട്ടുള്ളത് ഇല്ല, സകല ആളുകളും കഴിയാ. അതിനകത്ത് ഇതുകൂടെ തമാശ ഈ തോന്നുന്നു. മലയാളത്തിലെ ഹാസ്യ സാഹിത്യത്തിൽ ഒരു പ്രധാന ഏറ്റവും മികച്ച അർത്ഥനമായ പദ്യമാണ്. ആ പാമ്പാട്ടിലെ പ്രാവിനെ കാണാൻ ഒരു ഭാവി എഴുതാറുണ്ട്. ഇതുപോലെ സുന്ദരമായ പുസ്തകം നല്ല മൂന്നാമത്തെ അതിസുന്ദരമായ കടലാസ് നനച്ച് പടങ്ങൾ അത് വളരെ ചുരുക്കല്ലോ ചോറിനാലും പടങ്ങൾ അങ്ങനെ വളരെ ഒന്നാമത്തെ ഒന്നാമത്തെ
വാസ്തവത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത് ഏതായാലും ഇതിന് മലയാളികളെ വളരെ ഒരു വികാസക്കാരുടെ രീതിക്ക് ലാഭക്കാരുടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സന്തോഷം. ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, വളരെ വൈകിയിരിക്കുന്നു. ഈ അവസരത്തിൽ എൻ്റെ ഗുരുജനങ്ങളായ പ്രൊഫസർ റഡീഫ് സാറിനും ദേവൻ മാഷും ആര്യമാഷും ഗഹനമായ പ്രസംഗങ്ങൾ നടത്തിയതിനു ശേഷം ഒരു ദീർഘമായ പ്രസംഗം ഞാൻ ചെയ്യുന്നത് അനുചിതമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനാൽ ഈ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് ഏതാനും വാക്കുകൾ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതാണ്. മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പുസ്തക രൂപത്തിൽ വരുന്ന ആദ്യത്തെ പുസ്തകമാണ്. പുസ്തക രൂപത്തിൽ വരുന്നത് എന്ന് പറയാൻ കാരണം ചില ലേഖനങ്ങളിലൂടെയും ദീർഘങ്ങളായ 8-10 ലേഖനങ്ങളിലൂടെയും നിറവേറ്റ ബഷീറിന്റെ ജീവചരിത്രം എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബഷീറിനെ കുറിച്ച് വരുന്ന ആദ്യത്തെ ജീവചരിത്രം എന്ന നിലയിൽ EM അഷ്റഫിന്റെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഈ പുസ്തകത്തിന് സാഹിത്യത്തിൽ നിത്യമായ ഒരു സ്ഥാനം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീമാൻ MC വർഗീസ് അവർക്ക് ഇതിന്റെ ആദ്യത്തെ കോപ്പി നൽകിക്കൊണ്ട് ഞാൻ ആ പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. എന്നെ ഓർമ്മപ്പെടുത്തുന്നത് മാത്രം ഞാൻ ഏതാനും കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ പ്രസംഗം ഉപസംഹരിക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ കാണുകയുണ്ടായി. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് പള്ളിയിൽ പോകാത്തത് എന്ന്. ബഷീർ പറഞ്ഞു, എൻ്റെ മനസ്സ് ഒരു ദേവാലയമാകുന്നു എന്നാണ് പറഞ്ഞത്. എന്റെ മനസ്സ് ഒരു പ്രാർത്ഥനാലയമാണ് എന്ന് പറയുകയാണ്. വളരെ വളരെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അപകടമായി. അദ്ദേഹം വളരെ നേരം സൂക്ഷിച്ചു നോക്കിയിട്ട് കണ്ണ് തന്നിലേക്ക് തന്നെ തിരിച്ചെടുത്തിട്ട് കുറെ നേരത്തിൽ മിണ്ടാതിരുന്ന് കണ്ണടച്ചിട്ട് പറഞ്ഞു, എന്റെ മനസ്സ് ഒരു പ്രാർത്ഥനാലയമാകുന്നു എന്ന് പറയുകയാണ്. ഞാൻ വീണ്ടും ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല എന്ന്. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതം നിരന്തരമായ ഒരു പ്രാർത്ഥനയാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അക്കൽക്കത്തിനെ കുറിച്ചും എന്റെ ഗുരുനാഥന്മാരെ സംസാരിക്കുകയുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് ചിന്തിക്കണം എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവിതവും സാഹിത്യവും ഭിന്നമായിരുന്നില്ല. ജീവിതത്തെ അദ്ദേഹം സാഹിത്യമാക്കുകയും സാഹിത്യത്തെ അദ്ദേഹം ജീവിതമാക്കുകയും ചെയ്ത മഹാനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യത്തിന്റെ അന്തർധാര എന്ത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ചിരിപ്പിച്ച് കരയുന്ന എഴുത്തുകാരനായിരുന്നു എന്ന് മറുപടി പറയാം. അദ്ദേഹത്തിന്റെ ജീവിതം കണ്ണുനീരിന്റെ ചിരിയാണ് എന്ന് അദ്ദേഹത്തിന്റെ സാഹിത്യം ചിരിയുടെ കണ്ണുനീരാകുന്നു എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു കഥയായിരുന്നു, അദ്ദേഹത്തിന്റെ കല ജീവിതമായിരുന്നു എന്നും പറയാവുന്നതാണ്. ദീർഘമായ ഒരു പ്രസംഗത്തിലൂടെ ഞാൻ ഇപ്പോൾ പറഞ്ഞ സത്യങ്ങൾ വിശദീകരിക്കണമെന്നും ഉദാഹരണങ്ങൾ സഹിതം നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണമെന്നും ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഈ അവസരത്തിൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മറ്റു ബഷീറിന്റെ സാഹിത്യം എന്തുകൊണ്ടാണ് മഹത്തായിരിക്കുന്നത് എന്ന ചോദ്യത്തിനും കൂടി ചുരുക്കത്തിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒരു എഴുത്തുകാരന്റെ മഹാനായ എഴുത്തുകാരനാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിന്റെ എഴുത്തുകാരന്റെ ദർശനമാണ്. ദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാനും വരികളിൽ, ഏതാനും വാക്കുകളിൽ, ഏതാനും ഖണ്ഡികകളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങളാണ്. അല്ല, കഥയിലും ജീവിതത്തിലും കഥാപാത്രങ്ങളിലും കഥാപാത്രത്തിന്റെ മൊഴികളിലും അവരുടെ ജീവിതത്തിലും അവരുടെ വിചാരധാരകളിലും കൂടി എഴുത്തുകാരൻ ആവിഷ്കരിക്കുന്ന ജീവിത അഭിവീക്ഷണതയാണ് ദർശനം എന്ന് പറയുന്നത്.
ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉണർത്താം. മുഹമ്മദ് ബഷീർ പെണ്ണിന് വടക്കേ ഇന്ത്യയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന പണം തീർന്നുമാണ്. 4 ലക്ഷം രൂപയാണ് പോക്കറ്റിൽ അവശേഷിച്ചിരുന്നത്. അദ്ദേഹം 3 ദിവസം പട്ടിണി കിടന്നു. ഈ ബാക്കിയുള്ള പണം ചിലവാക്കാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു നിബന്ധനയില്ലാതെ ഒരു ഹോട്ടലിൽ കയറി അദ്ദേഹം ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിച്ചു പണം എടുക്കാൻ വേണ്ടി പെടുത്ത് നോക്കുമ്പോഴേക്കും പെടുത്ത് കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ കൈവശം പോയി, ക്ഷമിക്കണം. ഹോട്ടലിനോട് പറഞ്ഞു, ഇതുപോലെ ഞങ്ങൾ എത്ര കണ്ടിരിക്കുന്നു. ശരി, ആ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് അടുക്കളയിലേക്ക് വിട്ടോളൂ, അവിടെ അരിയാക്കാനുണ്ട് എന്ന്. ബഷീർ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ സത്യമായി പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല, ഞാൻ യഥാർത്ഥത്തിൽ എന്നെ പോയിക്കൊണ്ടാണ് പറയുന്നത് എന്ന് അദ്ദേഹം വീണ്ടും പറയുകയുണ്ടായി. പക്ഷെ ഹോട്ടലുകാരൻ വിഴുന്നവരല്ല. ഹോട്ടലുകാരൻ പറഞ്ഞു, തന്റെ വേലയൊക്കെ കൈകരിക്കട്ടെ, ആ ഫോട്ടോ അടിച്ചു ഫാൻ അടിക്കാൻ പറയുന്നു. ഫാൻ അടിക്കാൻ ബഷീർ വളരെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് ബഷീർ എത്ര രൂപയാ പറ്റിയെന്ന് ചോദിക്കുന്നു. ആ പണം അവിടെ കൊടുക്കുന്നു. ഇവർ 2 പേരായിട്ട് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ബഷീർ അയാളോട് ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്? അയാൾ പറഞ്ഞു, പേരില്ല. ഓ, ദയന്നായിരിക്കും. ബഷീർ മനസ്സിൽ പറയുകയാണ്. കുറെ നടന്നു പോയപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, കള്ളന്മാരെന്നാമല്ലോ സ്ഥലമല്ലേ, സൂക്ഷിച്ചൊക്കെ നടന്നുകൂടാതെ. ശരിയാണ്, സംഭവം പോയി. കുറച്ചുകൂടി നടന്നു പറഞ്ഞു, എന്നെ കണ്ടതായിട്ട് ആരോടും പറയരുത്. 2 പോക്കറ്റിൽ കയ്യിൽപ്പെട്ട കുറെ വെളിച്ചെടുത്തു. ബഷീറിനോട് പറഞ്ഞു, നിങ്ങളുടെ പേര് എന്താണ്, നോക്കിയെടുത്തോളൂ എന്ന് പറയുകയാണ്. ബഷീർ അദ്ദേഹത്തിന്റെ പേഴ്സ് നോക്കിയെടുത്തു. പണമുള്ളതെന്ന് നോക്കണം. പണമുണ്ട്. എന്നിട്ട് പറഞ്ഞു, സാധാരണ കർണാടകത്തിൽ പറയണമെങ്കിൽ ഇവിടെ കഥ അവസാനിപ്പിക്കാം. ഒരു വിഷമമില്ലാതെ കഥ അവസാനിപ്പിക്കാവുന്നത്. പക്ഷെ ബഷീർ അവിടെ കഥ അവസാനിപ്പിക്കില്ല. ബഷീറിന്റെ കഥ കുറച്ച് നീണ്ടു പോവുകയാണ്. ഇയാള് കടന്നു പോകുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ബഷീറിനോട് പറയുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന്. ബഷീർ തിരിച്ചു പറയുന്നു, ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. ഞാൻ അദ്ദേഹത്തോട് ബഷീറിനോട് ചോദിച്ചു, ഈ സംഭവം കഥയായി ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ, യഥാർത്ഥത്തിൽ സംഭവിച്ച കഥയാണോ? എന്നോട് പറഞ്ഞു, ഡോക്ടർ, താങ്കൾ എന്തറിയും? എന്നെ ഡോക്ടറെ കണ്ടുകൊടുത്ത് ഡോക്ടറെ എടുത്തിട്ടുള്ള സകല വരികയും ഉത്സവം വരാനല്ലേ നിയമത്തോടുകൂടിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡോക്ടർ ഞാൻ അനുഭവിച്ചതാണ്. അതിലൊരു അക്ഷരം പോലും അനുഭവിക്കാത്തതായിട്ടില്ല. സത്യമാണ്. ബഷീറിന്റെ സാന്നിധ്യവും ബഷീറിന്റെ ജീവിതവും അമിതമല്ല എന്ന് പറയുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച ഒരു സന്ദർഭം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമാണ് ഇവിടെ ചെയ്തത്. ബഷീറിന്റെ വ്യക്തികൾ അസാധാരണമായ ഏതോ ദിവ്യശക്തിയുടെ വേടുകളായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്ഭുതകരമായ ശക്തിയുള്ളതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്തൊക്കെ കാര്യം അത് അത്ഭുതം. ഏത് ചെടിയുടെ കാപ്പുണ്ടെന്ന് വെച്ചാലും അത് പച്ചപിടിക്കും. ഏത് ചിന്തത്തെ നട്ടാലും പച്ചപിടിക്കും. ഗ്രീൻ ഹിറ്റർ എന്ന് ഇംഗ്ലീഷുകാരെ ചില കവികളൊക്കെ ഗ്രീൻ ഹിറ്റർ എന്ന് പറഞ്ഞ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ മീഡിയാലും ശരിയോ അസാധാരണമായ കലയായി പരിണമിക്കുന്ന ഒരു സുവർണ വിരലുകൾ ഉണ്ടായിരുന്നു. ഈ ഗ്രീൻ പച്ച വിരലുകളും സുവർണ വിരലുകളും കൂടിച്ചേർന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിരലുകൾ എന്ന് പറയാവുന്നതാണ്. ബഷീറിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും എഴുതാനും വിമർശിക്കുവാനും ഒക്കെ വളരെ വിഷമമുണ്ട്. കാരണം അപൂർവത, ആത്മാർത്ഥത എന്ന 2 ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിനുണ്ടായിരുന്നു, സാന്നിധ്യത്തിനുണ്ടായിരുന്നു. വളരെ ലളിതമായ സാമൂഹ്യ ജീവിതം, ലളിതമായ ജീവിതം, ഇത് രണ്ടും സമന്വയിപ്പിക്കുവാൻ അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിക്കുകയല്ല, അങ്ങനെയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ കൃതികളെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും വ്യാഖ്യാനിക്കുകയോ വിമർശിക്കുകയോ വിശദീകരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിരൂപകന്മാർക്ക് അപകടപ്പെടുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു അനുസ്മരണ സമ്മേളനവും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാല്യകാല സഖിയുടെ പുനഃപ്രകാശനവും 50ാം വാർഷിക പതിപ്പ് ഇന്ന് ഇവിടെ പുറത്തിറങ്ങി ബഷീറിന്റെ ദീപചരിത്രം ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്തു. ഇത്തരത്തിലുള്ള മുഹൂർത്തത്തിൽ സമൂഹമായ സന്ദർഭ
ബഹുമാന്യ സുഹൃത്തുക്കളെ, ബഷീർ കുടുംബത്തിൻ്റെ അംഗങ്ങൾ, സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും തന്നെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ തന്നെ ഈ മഹത്തായ ഒരു കർമ്മം നിർവഹിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് നന്ദി രേഖപ്പെടുത്തേണ്ടത് ഒരു ചുമതലയാക്കാൻ കഴിയുന്നു. DC ബുക്സിൻ്റെ ഈ 20-ാം വാർഷികം എന്തുകൊണ്ടും അതിൻ്റെ ആരംഭം മഹത്വമേറിയതാണ്. മലയാള സാഹിത്യത്തിലെ മഹാനായ ബഷീറിൻ്റെ ജീവചരിത്രവും അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ എന്ന പുസ്തകത്തിൻ്റെ 50-ാം വാർഷികത്തിൽ ഒരു പുതിയ പതിപ്പ് ഉദ്ഘാടനം ചെയ്തതോടുകൂടി ഇന്നത്തെയും നാളത്തെയും സമ്മേളനത്തിൻ്റെ ആ മഹത്വവും ഇവിടെ വളരെ കൂടിയിരിക്കുകയാണ്. ഇന്ന് പ്രസിദ്ധീകരിച്ച ഈ 2 പുസ്തകവും വാസ്തവത്തിലെ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലൂടെയായി DC ബുക്സിൻ്റെ അച്ചടിയിൽ അതിൻ്റെ കലാപരമായ എല്ലാ കാര്യങ്ങളിലും വളരെ മികച്ച ഒരു നേട്ടം തന്നെ. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ അനേകം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചതിൽ ഇത്രമാത്രം മനോഹരമായ ഒരു പുസ്തകം, അത് ബഷീറിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാനിടയായ DC ബുക്സിനെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ DCയുടെ പ്രസിഡന്റ് പറയുകയുണ്ടായി, വൈക്കം മുഹമ്മദ് ബഷീർ ഞാനും തമ്മിലുള്ള ബന്ധം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ 2 പ്രധാന ഘട്ടങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത വൈക്കം മുഹമ്മദ് ബഷീർ സ്ത്രീധനമില്ലാത്ത സമൂഹം കോഴിക്കോട് വെച്ച് നടത്തിയപ്പോൾ അന്ന് വധൂവരന്മാരെ ജീവിതത്തിൽ ഒരു മുസ്ലിം ദമ്പതികളെ അദ്ദേഹം പ്രത്യേകപ്പെട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. നീ ഒരിക്കലും ഇവരെ മൊഴിച്ചെടുത്ത് നീ ഇവിടെ സ്നേഹത്തോടുകൂടി ഇവിടെ ജീവിച്ചോളൂ. ആ വിവാഹത്തിൽ നടന്ന എല്ലാ വിവാഹങ്ങളും എല്ലാ ദമ്പതികളും വളരെ നല്ല നിലയിൽ തന്നെ ജീവിക്കുന്നു എന്നുള്ളതും ഈ അവസരത്തിൽ പ്രസ്താവിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. മകൾ കോഴിക്കോട് ദിനപത്രം ആരംഭിച്ചപ്പോഴും അതിൻ്റെ മുഖ്യ കാരണമായി വൈക്കം മുഹമ്മദ് ബഷീറായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചു. മലയാള ഭാഷയിലെ സാധാരണ ജനങ്ങളുടെ ശബ്ദവും സാധാരണ ജനങ്ങളുടെ ജീവിതവും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതുമായ കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ഇത്ര തന്മയമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു സാഹിത്യകാരൻ പിന്നീടുണ്ടായെങ്കിലും ആദ്യത്തെ സാഹിത്യകാരൻ ബഷീറിൽ ഞാൻ പോയി. അതുകൊണ്ടാണ് ഈ 50-ാം വാർഷികത്തിൽ പോലും ആ പുസ്തകത്തിന്റെ പുതിയ പതിപ്പ് പ്രസിദ്ധീകരിക്കാനായത്. നമ്മുടെ മലയാളികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുവാൻ വൈക്കം മുഹമ്മദ് ബഷീറിന് ശേഷം പിന്നീടുള്ള സാഹിത്യകാരന്മാർക്ക് വഴികാട്ടിയായി മാറി എന്നുള്ളതാണ് അതിൻ്റെ ഫലമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൂടിയിരിക്കുന്ന കൂടിയായ യോഗത്തിൽ എനിക്ക് ഈ ഒരു അവസരം കിട്ടിയതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുകയും കൂടുതലായിട്ടൊന്നും സംസാരത്തിന് സമയം കിട്ടാതെ ഞാൻ എൻ്റെ വാക്കുകളൊക്കെ സംസാരം ബഷീറിനെ അനുസരിച്ചുള്ള ഈ ദിനത്തിൽ ദേശീയത്തിൻ്റെ 20-ാം വാർഷികം നടത്തുന്നതിൽ ബഷീറിൻ്റെ കുടുംബത്തിനും സഹോദരി സഹോദരനും എൻ്റെ പേരൻസ് ഇവിടെ അതിൻ്റെ സൗകര്യം താമസപ്പാക്കുന്ന MK സുകുമാരൻ, MD MN ഗോവിന്ദൻ നായർ, ബഷീർ, MC വർദ്ധൻ, ആശ ഇവർക്കെല്ലാം നമസ്കാരം. ഈ സദസ്സിൽ നിന്ന് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടകനായ പങ്കെടുക്കുന്ന മറ്റ് ബഹുമാനി
ദേശീയത്തിന്റെ 20ാം വാർഷികത്തോട് അനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന കവിസമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ഡോക്ടർ കെ അയ്യപ്പ സാറുകളും കവി സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ശ്രീ ഓയോമി കുറുപ്പ് അവர்களுം ഇതിൽ പങ്കെടുക്കുന്ന മറ്റു കവികൾ ശ്രീ കുഞ്ഞുണ്ണി, ശ്രീ ചമനം ചാക്കോ, ശ്രീ കളമേട്ട രാമകൃഷ്ണൻ അതിന് നേതൃത്വം വഹിക്കുന്നു. ശ്രീ പി ജയപിള്ള, ശ്രീ വിനയചന്ദ്രൻ, ശ്രീ വി മധുസൂദനൻ നായർ എന്നിവർക്കും പി സി ബുക്സിന് വേണ്ടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ കവിസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ അയ്യപ്പ ഈ രീതിയിലുള്ള പ്രിയപ്പെട്ട കവി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ശ്രീ DC എന്റെ മുന്നിൽ ഇരിക്കുന്ന 3 മണിക്ക് തന്നെ കവിത കേൾക്കാൻ തയ്യാറായി നിന്നിട്ടുള്ള ഷാദി ആരാധകരായ മാന്യ സുഹൃത്തുക്കൾ, ഡോക്ടർ അയ്യപ്പ പറഞ്ഞത് OMV ഉദ്ഘാടനം ചെയ്യും കവിതയും വായിക്കുന്നതാണ്. ദേശം സൃഷ്ടിക്കുന്നത് OMV കവിത വായിക്കും, ഉദ്ഘാടനവും ചെയ്യുന്നതാണ്. കാരണം ഉദ്ഘാടനം ചെയ്യാൻ ഒരു പ്രസംഗമായി കവിതയെ പറ്റി പ്രസംഗിക്കാൻ സർക്കാർ ഇഷ്ടപ്പെടുന്നില്ല. കവിത മാനിഫെസ്റ്റോ ആകരുത്, കവി മാനിഫെസ്റ്റോ വിളംബരം ചെയ്യുന്നതാണ്. പക്ഷേ കവിതയ്ക്ക് ഒരു മാനിഫെസ്റ്റോ ഉണ്ട്. ആ മാനിഫെസ്റ്റോ അയാളുടെ കവിതയാണ്. താൻ എന്ത് തരം കവിതയിൽ വിശ്വസിക്കുന്നു, എങ്ങനെയാണ് താൻ തൻ്റെ കവിതയായിരിക്കുന്നത്, എങ്ങനെ തൻ്റെ കവിത തൻ്റെ ജീവിത രീതിയായിരിക്കുന്നു, തൻ്റെ വ്യക്തിത്വം എങ്ങനെ കാവ്യശൈലിയായി മാറുന്നു തുടങ്ങിയതെല്ലാം ക്രിയാകേവലം എന്ന് പറഞ്ഞതുപോലെ കവിതയിലൂടെ നിങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ ഇരിക്കെ മനോഹരമായ ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിച്ചിട്ട് ഇന്നെ ഒരു കവിതയും വായിക്കുന്ന അർത്ഥമില്ല. അതുകൊണ്ട് ഈ കവി സദസ്സ് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇനി ഞാൻ 2 കൊച്ചു കവിതകൾ വായിക്കാനാണ് ഉദ്ദേശിച്ചത്. ഒന്ന്, ഈ അടുത്ത കാലത്ത് അന്തരിച്ചു പോയ നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഇന്നലത്തെ സായാഹ്നത്തിൽ ഇവിടെ ആരുടെ ഓർമ്മയാണോ നിറഞ്ഞു നിന്നത്, ആ ഓർമ്മകൾ നമുക്ക് തന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്കായി എഴുതിയ ഒരു കവിതയാണ്. ബഷീറിനെ ഞാൻ ആദ്യം കാണുമ്പോൾ അദ്ദേഹത്തിന് പഴയ രീതിയിലുള്ള ഒരു സ്ഥലഗ്രാഹി പെട്ടിയുമായി കോളാമ്പിയുടെ പൂവുമൊക്കെയായി ഒരു നല്ല കുറെ ഗ്രാമഫോൺ കളികളുടെ റട്ടോക്സ് ഉണ്ടായി. പഴയ ഈ കൊടുക്കുന്ന ഗ്രാമഫോൺ ഈ കൊടുത്താൽ ഒരു പാട്ടേ പാടും, പിന്നെ രണ്ടാമത് ഈ കൊടുക്കണം പാടാം, ചെവി പിടിക്കുന്നു എന്ന് പറയാം. ഗ്രാമഫോണിൽ ഒന്ന് ചെവി പിടിച്ചാൽ ഒരു പാട്ട് കിട്ടും, പിന്നെ വീണ്ടും ചെവി പിടിച്ചാലേ പാടും. ചെവി പിടിച്ച് തവണം ശരിയായി സൂചി മാറ്റണം. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങൾക്കും എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഗാനങ്ങളാണ്. സൈക്കിളിലെ ആത്മയുടെ പങ്കജ് മല്ലിക്കിന്റെ ഒക്കെ ഗാനങ്ങൾ. ഈ ഗാനങ്ങളുടെ കളികളും ഈ സ്വരഗ്രാഹിപ്പെട്ടിയും ഗ്രാമഫോണിനകത്ത് സ്വരഗ്രാഹിപ്പെട്ടിയും നാടൻ സ്വരഗ്രാഹിപ്പെട്ടിയും തന്റെ സൈക്കിളിന്റെ പുറകിൽ കെട്ടിവെച്ചുകൊണ്ടാണ് ബഷീർ ഒരു മുറിയിൽ നിന്ന് തന്റെ മറ്റൊരു വാടക മുറിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലേക്ക് അദ്ദേഹത്തെ ഈ മൈഗ്രേഷൻ അങ്ങനെ തന്റെ പാട്ട് പിറകിൽ വെച്ച് കെട്ടിക്കൊണ്ട് ഇരുചക്ര വാഹനത്തിൽ പോകുന്ന ഒരു പക്ഷിയെ പോലെ പോകുന്ന ബഷീറിനെയാണ് പെട്ടെന്ന് ഓർമ്മ. പിന്നെ ബഷീർ ഓരോ
പാട്ടുകൾ എടുത്തു വെച്ചിട്ട് അതിനെപ്പറ്റിയൊക്കെ പറയും. അതാണ് എൻ്റെ മനസ്സ്. എൻ്റെ ബഷീറിൻ്റെ ഒരു രൂപം കാണുമ്പോൾ പിന്നെ ബാക്കി പറയുന്നത് അതിലൂന്നിയാണ് ഞാൻ ബഷീറിനെ മനസ്സിലാക്കുന്നത്. കവിതയാണ് സോജ. സോജ എന്ന് വെച്ചാൽ പുറമെ സോജായി സോജ പ്രബുദ്ധമായ അനുഷ്ഠിതമായ സോജ. സ്വരഗ്രാഹിയിൽ അശരീരിയായി പാടും സൈകൾ ഇനി നീ ഉറക്കേണ്ട രാജകുമാരി. സ്വരഗ്രാഹിയിൽ അശരീരിയായി പാടും സൈകൾ ഇനി നീ ഉറക്കേണ്ടതിൻ രാജകുമാരി. ഇവിടെ ശബ്ദങ്ങൾ നടുവിലെ ആകിയായി, ഇവിടെ ശബ്ദങ്ങൾ നടുവിൽ ഏകാകിയായിരുന്നു തൻ കൗമാര സ്വപ്നമാകുമാരി. നിൻ സ്വരസ്പർശത്താൽ തന്നന്തരംഗത്തിൽ വീണ്ടും കൺചിമ്മി ചിരിപ്പതായി കണ്ടുകണ്ടിരുന്നവർ ഈ മരച്ചോട്ടിൽ നിന്നും എഴുന്നേക്കുമായി ഈ പടി പയ്യെ ഇറങ്ങി നടന്നുപോയി. ഇവിടെ ശബ്ദങ്ങളുടെ നടുവിലേകാകിയായിരുന്നു തൻ കൗമാര സ്വപ്നമാകുമായി. നിൻ സ്വരസ്പർശത്താൽ തൻ അന്തരംഗത്തിൽ വീണ്ടും കൺചെമ്മിച്ചിരിപ്പതായി കണ്ടുകണ്ടിരുന്നൊരാൾ ഈ മരച്ചോട്ടിൽ നിന്നും എഴുന്നേക്കുമായി ഈ പടി പയ്യെ നടന്നുപോയി. അവളോ മഞ്ഞും പുതച്ചുറങ്ങും രാപ്പൂപോൽ അവിരാമം ദീർഘനിദ്രയിലലിയുന്നു. അവളോ മഞ്ഞും പുതച്ചുറങ്ങും രാപ്പൂപോൽ അവിരാമം ദീർഘനിദ്രയിലലിയുന്നു. നിനക്കു ഞാൻ തന്നൊരപ്പൂ നീ എന്തേ ചെയ്തു. ബഷീറിന്റെ കൃതിയെ സംഭാഷണ സകലം ഓടിക്കുന്നു. നിനക്കു ഞാൻ തന്നൊരപ്പൂ നീ എന്തേ ചെയ്തു. വലിച്ചെറിഞ്ഞു നിനക്കു ഞാൻ തന്നൊരപ്പൂ നീ എന്തേ ചെയ്തു. വലിച്ചെറിഞ്ഞു സാരമില്ല അതിൻ ഹൃദയമാം. അങ്ങനെ അപാരതീരത്തിരുന്ന് ആത്മനോപരങ്ങളോടെന്നും കുശലം പറഞ്ഞൊരാൾ സൂഫിയായി, സന്യാസിയായി, ഭിക്ഷുവായി, കലാസിയായി ഭൂമിയിലെമ്പാടുമായി അലഞ്ഞു നടന്നൊരാൾ. അങ്ങനെ അപാരതീരത്തിരുന്ന് ആത്മനോപരങ്ങളോടെന്നും കുശലം പറഞ്ഞൊരാൾ സൂഫിയായി, സന്യാസിയായി, ഭിക്ഷുവായി, കലാസിയായി ഭൂമിയിലെമ്പാടുമായി അലഞ്ഞു നടന്നൊരാൾ. പ്രാന്തലോകത്തോടെന്നും പരമകാരുണ്യത്തിൻ കാന്തിയെപ്പറ്റി, സ്നേഹമെന്ന ദുഃഖത്തെപ്പറ്റി, പഴുതാരയും പാമ്പും പരുന്തും പ്രാവും ചൊറിപ്പുഴുവും കുയ്യാനയും കുഞ്ഞാളും നമുക്കൊപ്പം അവകാശികൾ ഭൂമിക്കുന്നതേപ്പറ്റി ഇങ്ങനവധൂതനെ പോലെ സംസാരിച്ചിരുന്നൊരാൾ. പ്രാന്തലോകത്തോടെന്നും പരമകാരുണ്യത്തിൻ കാന്തിയെപ്പറ്റി, സ്നേഹമെന്ന ദുഃഖത്തെപ്പറ്റി, പഴുതാരയും പാമ്പും പരുന്തും പ്രാവും ചൊറിപ്പുഴുവും കുയ്യാനയും കുഞ്ഞാളും നമുക്കൊപ്പം അവകാശികൾ ഭൂമിക്കുന്നതേപ്പറ്റി ഇങ്ങനവധൂതനെ പോലെ സംസാരിച്ചിരുന്നൊരാൾ. നോക്കി നോക്കി നാം നിൽക്കി ഋതുക്കൾ മണം പോലെ പോക്കുവയിലാറും പോലെ പോയി മാറിയാതെ. നോക്കി നോക്കി നാം നിൽക്കി ഋതുക്കൾ മായും പോലെ പോക്കുവയിലാറും പോലെ പോയി മാറിയാതെ. ഒരു ദുഃഖവും കൂടിയേറ്റുവാങ്ങിയോരിവർ ഉടുതിൽ പലയെ വഴിക്കുന്നു വേർപിരിയുമ്പോൾ. ഒരു ദുഃഖവും കൂടിയേറ്റുവാങ്ങിയോ നമ്മൾ ഒടുവിൽ പലയെ വഴിക്കുന്നു വേർപിരിയുമ്പോൾ. അതിന്റെ അപാരമേ നിൻവഴികളിലെങ്ങോ പഴയ സ്വരഗ്രാമികളകം പിന്നിൽ പേറി ഒരു
സൈക്കിളിലാരോ പോയതു കണ്ടോ. ഒടുവിൽ പലേ വഴിക്കുന്നു വേർപിരിയുമ്പോൾ അതരയാരവേ നിൻ വഴികളിലെങ്ങോ പഴയ സുരഗ്രാഹികളും പിന്നിൽ പേര് ഒരു സൈക്കിളിലാരോ പഞ്ഞുപോവതു കണ്ടോ. ഒഴുകിപ്പരക്കുന്ന ഭൂമീല വെളിച്ചത്തിൽ ഏകനായി ഏതോ മന്ദിരാന്തത്തിലായാൾ പ്രിയ സൈക്കിളിന്റെ ഗാനം കേട്ടു മൗലിയായിരിക്കുന്നുണ്ടോ. ഏകനായി ഏതോ മന്ദിരാന്തത്തിലായാൾ പ്രിയ സൈക്കിളിന്റെ ഗാനം കേട്ടു മൗലിയായിരിക്കുന്നുണ്ടോ. കടലേറുണ്ടെന്നാരേ പറഞ്ഞു, കടലേറുണ്ടെന്നാരേ പറഞ്ഞു, വെറും നുണ. കടലൊന്നല്ലേയുള്ളൂ കേവലമൊരു കടൽ. കടലേറുണ്ടെന്നാരേ പറഞ്ഞു, വെറും നുണ. കടലൊന്നല്ലേയുള്ളൂ കേവലമൊരു കടൽ. പണ്ടൊന്നായിരുന്നു ഈ മനുഷ്യാവാസത്തിന്റെ ബന്ധുരമഹാവീരം വീണ്ടു വേർതിരിഞ്ഞപ്പോൾ കരഞ്ഞു വിളിച്ചുകൊണ്ട തീരകണ്ടങ്ങളെ കരകോടികൾ നീട്ടിക്കുറഞ്ഞൊരേ കടൽ. പണ്ടൊന്നായിരുന്നു ഈ മനുഷ്യാവാസത്തിന്റെ ബന്ധുരമഹാവീരം വീണ്ടു വേർതിരിഞ്ഞപ്പോൾ കരഞ്ഞു വിളിച്ചുകൊണ്ട തീരകണ്ടങ്ങളെ കരകോടികൾ നീട്ടിക്കുറഞ്ഞൊരേ കടൽ. കിഴക്ക് തഥാഗത ശരണത്രയമന്ത്രമൊരുക്കി ഉരുക്കഴിക്കും കിടക്ക് അത് ശാന്തസാഗരം. കിഴക്ക് തഥാഗത ശരണത്രയമന്ത്രമൊരുക്കഴിക്കും കിടക്ക് അത് ശാന്തസാഗരം. അപരക്ഷോഭങ്ങളും കാന്തവീശികളേക്കുമതല് ഏതോ തീരത്ത് അതലാന്തികം. പിന്നെ ദക്ഷിണേശ്വരത്തു നിന്നെത്തിയ യോഗിക്ക് അമ്പാദർശനമരുളിയ ഭാരത പദപീഠം നിർത്താവനം വെട്ടി ഭാരത സമുദ്രം ഈ കൂട്ടവിളിപ്പതും ഈ കടൽ ഒരേ കടൽ. പിന്നെ ദക്ഷിണേശ്വരത്തു നിന്നെത്തിയ യോഗിക്ക് അമ്പാദർശനമരുളിയ ഭാരത പദപീഠം നിർത്താവനം വെട്ടി ഭാരത സമുദ്രം ഈ കൂട്ടവിളിപ്പതും ഈ കടലേ കടൽ. ഉള്ളിലേക്കിയ സുഗന്ധങ്ങളൊക്കെയും കടൽ കൊള്ളക്കാരെപ്പോൾ കൈക്കലാക്കുവാൻ കുതിച്ചെത്തും. കാറ്റിനെപ്പോലും തുണയ്ക്കാക്കുവോരറബിതൻ പായ്ക്കപ്പൽ പാഞ്ഞോരിടം അറബിക്കടലാകം. ഉള്ളിലേക്കിയ സുഗന്ധങ്ങളൊക്കെയും കടൽ കൊള്ളക്കാരെപ്പോൾ കൈക്കലാക്കുവാൻ കുതിച്ചെത്തും. കാറ്റിനെപ്പോലും തുണയ്ക്കാക്കുവോരറബിതൻ പായ്ക്കപ്പൽ പാഞ്ഞോരിടം അറബിക്കടലാകം. ആർദ്രമാം ഹൃദയവും സൈക്യത്തിൻ മരവിപ്പാൽ ആർത്തമാക്കിടും ഉപതറാപ്തികം. ആർദ്രമാം ഹൃദയവും സൈക്യത്തിൻ മരവിപ്പാൽ ആർത്തമാക്കിടും ഉപതറാപ്തികം. പലതേർ വിളിച്ചാലും കളരേ കടൽ പലതായി കരുതിയായ കുരുടന്മാർ. പണ്ടൊന്നായിരുന്നു ഈ മനുഷ്യാവാസത്തിന്റെ ഛിന്ന ഭിന്നമായി തീർന്ന തീരത്തിൻ കണ്ടങ്ങളെ ശയന പ്രദക്ഷിണം ചെയ്യുവരേ കടൽ. തവന കരങ്ങളിൽ തിളയ്ക്കും ഒരേ കടൽ. ശയന പ്രദക്ഷിണം ചെയ്യുവരേ കടൽ. തവന കരങ്ങളിൽ തിളയ്ക്കും ഒരേ കടൽ. ഒരു നക്ഷത്ര സംഖ്യാഫലകം നോക്കിയിട്ട് എന്നീ വിരലുമടക്കിയും ഇവർക്കും ഗണിക്കുന്നു. ഒരു നക്ഷത്ര സംഖ്യാഫലകം നോക്കിയിട്ട് എന്നീ വിരലുമടക്കിയും ഇവർക്കും ഗണിക്കുന്നു. തീരങ്ങൾ ഈറിപ്പോയ മെത്തയിൽ നിന്നും ചിന്നിച്ചേറിയ പരുത്തി പോൽ അന്നീ വിളക്കും.
തീരങ്ങൾ ഈറിപ്പോയ മെത്തയിൽ നിന്നും ചിന്നിക്കേറിയ പരുത്തി പോൽ അങ്ങിയുണ്ടാക്കുന്നു. ഇനിയും പകുക്കുവാൻ പങ്കിടാൻ തമ്മിൽ തല്ലുവരെ കാണ്ടെ പൊട്ടിക്കരയുവരേ കടൽ. ഇനിയും പകുക്കുവാൻ പങ്കിടാൻ തമ്മിൽ തല്ലുവരെ കാണ്ടെ പൊട്ടിക്കരയുവരേ കടൽ. മക്കളെ വരൂ കപ്പലിറക്കി കളിക്കുവാൻ ഇക്കടൽ പോലെ നമുക്ക് ഈയൊരു കടൽ. മക്കളെ വരൂ കപ്പലിറക്കി കളിക്കുവാൻ ഈ കടൽ പോലെ നമുക്ക് ഈയൊരു കടൽ. ഇന്നലെ പ്രകാശിപ്പിക്കുന്ന ഒരു പുസ്തകത്തിലെ അതിൻ്റെ പേര് വെറുതെ എന്നാണ്. അവസാനം പറഞ്ഞു നിർത്തുന്നത്, അവസാനം കണ്ടെത്തുന്നതാണ് വെറുതെ. ആ വെറുതെ എന്ന കവിതകൂടി വായിച്ച് ഈ പാരായണം അവസാനിക്കുന്നു. ഒടുവിന്റെ ബാക്കി പത്രം ഒരു വാക്കിൽ ഞാൻ കുറിക്കാം. ഒടുവിന്റെ ബാക്കി പത്രം ഒരു വാക്കിൽ ഞാൻ കുറിക്കാം. ഒരു തിരിക്കുള്ളിൽ പൂമണികൾ തുരുതുരത്തിറഞ്ഞ പോലെ പെരുമാറിയായി മാറും ജലകണങ്ങൾ ഒരു വീതപാറയിൽ എന്ന പോലെ. പെരുമാറിയായി മാറും ജലകണങ്ങൾ ഒരു വീതപാറയിൽ എന്ന പോലെ. നിരവധി ഊർജകണങ്ങളൊന്നിച്ച് ഒരു വിദ്യുതയിൽ എന്ന പോലെ. നിരവധി ഊർജകണങ്ങളൊന്നിച്ച് ഒരു വിദ്യുതയിൽ എന്ന പോലെ. വെറുതെ ഒരു വാക്കിൽ ജീവിതത്തിൽ ഒരു ഉദരായി ഒരു വാക്കിൽ ഞാൻ കുറിക്കാം. ഗതകാലസ്മൃതികൾ സുരങ്ങിടുന്ന മധുരവും കയ്പും കവർപ്പുമെല്ലാം ഒരുപോലെ ഒരു സ്വാദിഷ്ടമായി വെറുതെ മണിഞ്ഞിരിക്കെ മിഴിമുനയൊന്നു നനഞ്ഞുവെങ്കിൽ മൊഴികൾ മൗനത്തിൽ കുടുങ്ങിയെങ്കിൽ നിമിഷത്തിൽ ചിറകൊച്ച കേട്ടുവെങ്കിൽ ഹൃദയത്തിൽ താളമിടഞ്ഞുവെങ്കിൽ വ്യതകൾ നിദാനമറിയാത്ത കഥനങ്ങൾ ചെയ്യാൻ വന്നുവെങ്കിൽ എവിടെയോ പൂവാരങ്ങൾ കാറ്റിൽ ചെല്ലുന്നു തേങ്ങും പോലെ ഭാരത്തിൻ കാവിലുണ്ട് ഹൃദയം ഭാരത്തിൻ കാവിലെ ഹൃദയം മന്ത്രിപ്പതും ഒടുവിൽ താളിയ ശേഷപത്രം ഒരു വാക്കിലെഴുതി വയ്ക്കാം. ഗഗനകൂടാരത്തിൻ കീഴിൽ എത്ര നഗരങ്ങൾ നാട്ടിൻ പുറങ്ങൾ കണ്ടു. അവിടത്തെ ഗാനോത്സവങ്ങളിലെ കുഴലുകൾ ചെന്നതൊക്കെ. അവിടത്തെ ഗാനോത്സവങ്ങളിലെ കുഴലുകൾ ചെന്നതൊക്കെ വേറെ. സുനിവേറെ കാളങ്ങളേറെ എന്നാൽ ഹൃദയത്തിൻ സത്യങ്ങളൊന്നും ഗഗനകൂടാരത്തിൻ കീഴിൽ എത്ര നഗരങ്ങൾ നാട്ടിൻ പുറങ്ങൾ കണ്ടു. അവിടത്തെ ഗാനോത്സവങ്ങളിലെ കുഴലുകൾ ചെന്നതൊക്കെ വേറെ. സുനിവേറെ കാളങ്ങളേറെ എന്നാൽ ഹൃദയത്തിൻ സത്യങ്ങൾ ഒന്നുപോലെ. അവയിലെന്തേതോ ഞാൻ തിരഞ്ഞു, അവയും എന്റേതെന്ന് ഞാൻ അറിഞ്ഞു. അവയിലെന്തേതോ ഞാൻ തിരഞ്ഞു, അവയും എന്റേതെന്ന് ഞാൻ അറിഞ്ഞു. വിവിധ സ്വാദം സുഗന്ധവും കൊണ്ട് അവിടെ എൻ പാപേയമാച്ചു. അന്നേന്തിയലസം അലക്ഷ്യമായി ഞാൻ അലയവേ ഏതൊരു കാന്തശക്തി ഒരു ഔദയ കടൽ കാറ്റുപോലെ വെറുതെ ഈ തീരത്തണ
ഒടുവിന്റെ വാക്കി വസ്ത്രം ഒരു വാക്ക് ഞാൻ കുറയ്ക്കാൻ വെറുതെ പതറാത്തൊരോമൻ വഴിയും മുങ്ങി പഴയ വഴികൾ നടന്നു കാണി ഒരു കുറി മാത്രം അരങ്ങിലാൻ വഴി ലഭിച്ചൊരു നാടകത്തിൽ ഒരു കുറി മാത്രം അരങ്ങിലാൻ വഴി ലഭിച്ചൊരു നാടകത്തിൽ മൊഴിയും സമയവും അഭിനയവും ഒരുപോലെ തെറ്റിയെന്ന് ഓർത്തുപോകി ഒരു കുറി മാത്രം അരങ്ങിലാൻ വഴി ലഭിച്ചൊരു നാടകത്തിൽ മൊഴിയും സമയവും അഭിനയവും ഒരുപോലെ തെറ്റിയെന്നോർത്തുപോകി പഴയ വാക്കു വിലയ്ക്കു വാങ്ങി പുതിയതു നൽകും വഴിക്കിനെ പോൽ നടകൊള്ളു കാലമെന്നൊപ്പമീകൂ നവമാം പ്രലോഭനമന്ത്രവുമായി വിലയിടിയാത്തതിനാക്കുന്നു വിലകളെന്തുണ്ടു വാഴ്വിൽ ബാക്കി വിലവിധിയാത്തതിനാക്കുന്നു വിലകളും എന്തുണ്ടു വാഴ്വിൽ ബാക്കി എവിടെ ഒരമ്പിളി ഛായ ഉള്ളിലിടുമെന്റെ കണ്ണാടി ഇവിടെ ഒരമ്പിളി ഛായ ഉള്ളിലിടുമെന്റെ കണ്ണാടി ഈ വാഴിന്റെ ബാക്കി പത്രം ഒരു വാക്കിൽ ഇങ്ങനെയായി ഒരു വാക്കിൽ ഇങ്ങനെയായി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവികളെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഈ ഉത്തരവിന് നേരത്ത് ഇവിടെ വന്നിട്ടുള്ള ഇതുപോലെ ഒരു ദൃശ്യം ലോകത്തിന്റെ മറ്റു ഭാഗത്ത് അധികം കാണാൻ സാധിക്കുകയില്ല. വളരെയധികം ആളുകൾ ഈ സമയത്ത് നിലനിർത്താൻ വേണ്ടി സത്യവതൂരി എത്തിയായിരുന്നു. അടുത്ത കാലത്ത് BBC-യിൽ നിന്ന്, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിൽ നിന്ന് ഒരാൾ തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൽ വന്ന് കേരളത്തിന് എന്ത് പറ്റി, മറ്റ് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു അപകടം ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ ആളുകൾക്ക് ഇപ്പോഴും കവിത ഇഷ്ടമാണ്, പുസ്തകങ്ങൾ ചെലവാകുന്നു, കാസറ്റുകൾ ചെലവാകുന്നു, ആളുകൾ കവിത കേൾക്കുന്നു. മറ്റു ഭാഗങ്ങളിൽ ഇംഗ്ലണ്ടിലൊക്കെ ഒരു ഇംഗ്ലീഷ് കവി കവിത വായിക്കാൻ പോയാൽ 10-15 പേരെ കാണുമ്പോൾ നോബൽ സമ്മാനം കിട്ടിയവരുവാണെങ്കിൽ കുറെ പേരുടെ കവിത കാണാൻ, നോബൽ സമ്മാനം കിട്ടിയ ആളെ കാണാൻ വളരെ കേൾക്കാനായിട്ട് വളരെ മലയാളികളെ പോലെ ഇതുപോലെ കൂടാറുള്ളൂ. ഞാൻ അദ്ദേഹത്തെ ഈ കാലത്ത് നടക്കുന്ന ആളുകളുടെ സ്ഥലത്തേക്ക് പോയി അവരോട് ചോദിക്കാൻ പറഞ്ഞു, അതിനുള്ള എന്തൊക്കെയോ കുഴപ്പമാണിവിടെ മലയാളികൾക്ക് എന്നാണ് എല്ലാവരും പറയുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴും ഈ 1994-ലും 21-ാം നൂറ്റാണ്ടിലേക്ക് പോകുന്നു, കവിതയൊക്കെ കാണുന്നു കൊടുക്കുന്നു, എന്തോ കുഴപ്പമുണ്ട്, നിങ്ങൾ തന്നെ BBC-യിലൊക്കെ കണ്ടുപിടിക്കാനുള്ള കാര്യമുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ഗ്രൂപ്പിൻ്റെ ഈ 20-ാം വാർഷികത്തിൽ നടക്കുന്ന കവിതയെ ഞാൻ സംബന്ധിക്കുന്നത്. സാധാരണ ഇപ്പോൾ യാത്ര നിർത്തിയിരിക്കുകയാണ് കവിത വായിക്കാൻ വേണ്ടിയെങ്കിലും ഇവിടെ വരുമ്പോൾ, കോട്ടയത്ത് വരുമ്പോൾ അതുപോലെ സുഹൃത്തുക്കളായിരിക്കും അതുപോലെയുള്ള ആളുകളെ ഒന്നിച്ച് കാണുമ്പോൾ അധ്യാപനങ്ങളിൽ തുടങ്ങി ഈ പട്ടണത്തിൽ വന്ന് കവിത വായിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അതുകൊണ്ട് പ്രസിദ്ധീകരിക്കൽ